ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി, ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടാണ്, ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ രണ്ട് ടൈപ്പിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. രണ്ട് ഫ്ലേവറിലും രണ്ട് കളറിലുമാണ് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ചൂട് സമയത്ത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലൈം ജ്യൂസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമെല്ലാം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കണം. ഏലക്കയും പഞ്ചസാരയും കൂടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. ലൈം ജ്യൂസ് ഇപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ലൈം ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ലൈം ജ്യൂസ് നല്ലൊരു കളർഫുള്ളും നല്ലൊരു ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ഇതുപോലുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഐസ് ക്യൂബ്സിന് ഈ കളർ വരാൻ വേണ്ടി നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ചേർക്കുന്നത്. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് മാതള നാരങ്ങ അഥവാ പോമഗ്രാനൈറ്റിന്റെ അല്ലികൾ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് മുന്തിരിങ്ങയോ അല്ലെങ്കിൽ ബീട്രൂട്ട് കഷ്ണങ്ങളോ അങ്ങനെ കളറുള്ള ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. മാതള നാരങ്ങ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ജ്യൂസ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചെടുത്ത ജ്യൂസ് ഐസ് ട്രേയിൽ ഒഴിച്ച് 5-6 മണിക്കൂർ ഫ്രീസറിലേക്ക് കട്ടയാനായിട്ട് മാറ്റി വെക്കണം. ഐസ് ക്യൂബ്സ് ഫ്രീസറിൽ തണുക്കാനായിട്ട് വെച്ചിട്ട് ഒരു 6 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഗ്ലാസ്സിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസിൻ്റെ മുകളിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കറുത്ത കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്കസ് കഴുകിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചതാണിത്. കസ്കസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഈ ചൂട് സമയത്ത് നമ്മളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല കളർഫുള്ളും നല്ല ഹെൽത്തിയുമായ നമ്മുടെ പിങ്ക് ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ലൈമും പുതിനയിലയും വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് 2 പിടി കഴുകിയെടുത്ത പുതിനയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ചെറിയ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ജ്യൂസ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്ത ജ്യൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത കസ്കസൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്